ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മിഖേൽ സ്റ്റാറേക്ക് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പരിശീലകനായ ബിയോൺ വെസ്ട്രോമിനും അതുപോലെ തന്നെ സെറ്റ് പീസ് പരിശീലകനായ മൊറൈസിനും പരിശീലക സ്ഥാനങ്ങൾ നഷ്ടമായിരുന്നു. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് ഇവർക്കെല്ലാവർക്കും തന്നെ ക്ലബിനോട് വിട പറയേണ്ടി വന്നത്. ഈ ഒരു പരിശീലക സ്ഥാനം നഷ്ടമായതിന് പിന്നാലെ മിഖേൽ സ്റ്റാറെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ അസിസ്റ്റന്റ് പരിശീലകനായ ബിയോൺ വെസ്ട്രോം അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നും നടത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് അദ്ദേഹം ഒരു മെസ്സേജ് പങ്കുവച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മഞ്ഞപ്പട ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. അത് ബിയോൺ വെസ്ട്രോം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. മഞ്ഞപ്പടയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അതുല്യമാക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ക്ലബിന്റെ മോശം സമയത്തും ക്ലബിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും മഞ്ഞപ്പടയോടും ബിയോൺ വെസ്ട്രോം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു. മഞ്ഞപ്പടയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാണ് ഈ ക്ലബിനെ അതുല്യമാക്കുന്നത്. മോശം സമയത്തും ഈ ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നത് തുടരുക. തീർച്ചയായും നല്ല സമയം വന്നെത്തും. നിങ്ങളുടെ പാഷൻ എന്നെ എല്ലാ കാലവും ഈ ക്ലബിൻ്റെ ആരാധകനായിക്കൊണ്ട് നിലനിർത്തും. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന വെസ്ട്രോം ഇപ്പോൾ നൽകിയ മെസ്സേജ്. നമുക്കറിയാം, വളരെയധികം പാഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ബിയോൺ വെസ്ട്രോം. കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാകും. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ക്ലബിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരിക്കലും ആ ഒരു പരിശീലക സംഘത്തെ നമുക്ക് പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരുപാട് ദൗർബല്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.